മുണ്ടുനീര് എന്ന് പറഞ്ഞാൽ ഇത് ഹൈലി കണ്ടേജിയസ് ഒരു ഇൻഫെക്ഷ്യസ് ഡിസീസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് സലൈവറി ഗ്ലാൻഡിനെയും പരോട്ടിഡ് ഗ്ലാൻഡിനെയും ബാധിക്കുന്ന ഒരു വൈറൽ ഇൻഫെക്ഷനാണ്. ആ വൈറസ് എന്ന് പറഞ്ഞാൽ പാരോമിക്സ വൈറിഡിയെ എന്ന ഗ്രൂപ്പിൽപ്പെട്ട മംസ് വൈറസാണ് ഇതിൻ്റെ കാരണം. ഈ മംസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മുണ്ടുനീര് എന്ന് നമ്മുടെ ഭാഷയിൽ പറയുന്നത് ഒരു സെൽഫ് ലിമിറ്റിംഗ് ഡിസീസാണ്. അത് വന്നാൽ അത് 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ചത്തെ പനി ഒക്കെ കൊണ്ട് അത് നമുക്ക് സബ്സൈഡ് ചെയ്ത് പോകാം. നമ്മളതിന് കൊടുക്കുന്നത് സിംറ്റമാറ്റിക് മെഷേഴ്സ് മാത്രമാണ് കൊടുക്കുന്നത്. ഇനി അതിൻ്റെ പാർശ്വഫലങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, ഈ വൈറസ് ബാധിക്കുന്ന പരോട്ടിഡ് ഗ്ലാൻഡിൽ നിന്ന് ഈ ഇൻഫെക്ഷൻ ബ്രെയിനിലോട്ട് കടന്ന് അതിനെ മംസ് എൻസെഫലൈറ്റിസ് എന്ന് പറയാം. അതുപോലെ തന്നെ നമ്മുടെ ജനനേന്ദ്രിയത്തിൽ ഓർക്കൈറ്റിസ് എന്ന് പറയുന്ന ഒരു അസുഖത്തിലോട്ടും ഇത് പോകാം. അതായത് ടെസ്റ്റിസിനെ ഇൻവോൾവ് ചെയ്യുന്നതാണ്. അതിൻ്റെ പാർശ്വഫലം എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന പോലെ തന്നെ എൻസെഫലൈറ്റിസ് വന്നാൽ അതിൻ്റേതായ ദൂഷ്യഫലങ്ങൾ ധാരാളമുണ്ട്. അതിനാൽ അതിനേക്കാൾ എല്ലാം കൂടുതലായിട്ട് മംസ് ഓർക്കൈറ്റിസ് ആണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളത്. മംസ് ഓർക്കൈറ്റിസ് ഉണ്ടായാൽ അത് പറയുന്നത് ഇങ്ങനെയാണ്: 3 ആൺകുട്ടികളിൽ ഈ മംസ് ഉണ്ടായാൽ അതിൽ ഒരാൾക്ക് മംസ് ഓർക്കൈറ്റിസ് ഉണ്ടാകും എന്നാണ്. പാർശ്വഫലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മംസ് ഓർക്കൈറ്റിസ് കിട്ടുന്ന കുട്ടികൾക്ക് അവരുടെ ഭാവിയിൽ സ്പേം കൗണ്ട് കുറയുവാനും ഫെർട്ടിലിറ്റിയെ ബാധിക്കുവാനും ഏറ്റവും കൂടുതൽ ചാൻസ് ഉണ്ട്. ഇനി ഇതിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യാം എന്നാണ്. ഇതിനെ ട്രീറ്റ് ചെയ്യുന്നത് ഇത് കംപ്ലീറ്റ്ലി വാക്സിൻ പ്രിവെൻറ്റബിൾ ഡിസീസാണ്. MMR എന്ന വാക്സിൻ നമ്മൾ കുട്ടികളിൽ എടുക്കുകയാണെങ്കിൽ ഇതിനെ പൂർണ്ണമായിട്ടും നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും. നമ്മൾ MMR വാക്സിൻ കൊടുക്കുന്നത് 9-ാം മാസത്തിലും 15-ാം മാസത്തിലും പിന്നെ 5-ാം വയസ്സിലുമാണ്. എന്നാൽ ഈ MMR വാക്സിൻ കമ്പൽസറി ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ മംസ് എന്ന രോഗത്തെ കംപ്ലീറ്റ് ആയിട്ട് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് നമുക്ക് അവോയ്ഡ് ചെയ്യാനും സാധിക്കും. അതുകൊണ്ട് എല്ലാ മാതാപിതാക്കളും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, MMR എന്ന വാക്സിൻ നമ്മൾ ഒരു കാരണവശാലും അതിന് അനാസ്ഥ കാണിക്കരുത്.